നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി പൊതിഞ്ഞത് ഇന്ന് പുറത്തു നിന്നായിരുന്ന ഫുഡ് അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും ഒതുക്കിയിട്ട് ഡയറി മിൽക്ക് സിൽക്കും ഒരു റോബസ്റ്റ് ഒരു മിക്സർ മുട്ടായും കൂടെ കഴിച്ചിട്ടാണ് ഇത്താടെ വീട്ടിലോട്ട് പോയത്. പോകുന്ന വഴി സ്ഥിരം കയറുന്ന ബേക്കറി കയറി അവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കും ക്രീം ബണ്ണും കലാകണ്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇനിയും വേറെ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വണ്ടി കയറി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം ബണ്ണ് വാങ്ങേണ്ട ഉമ്മ പറഞ്ഞെങ്കിലും ചെവി പൊത്തിക്കൊണ്ട് ഞാൻ കേട്ടില്ല. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടി ഇരുന്ന് കഴിക്കാൻ പാടായിരിക്കും. അവിടെ ചെന്നിട്ട് കഴിക്കാൻ ഉമ്മ പറഞ്ഞെങ്കിലും അത് ഒതുക്കി പഴപ്പൊരിയും സുഹീനും ഒതുക്കിക്കൊണ്ടാണ് അവിടെ ലാൻഡ് ആയത്. 3 മണിക്ക് അവിടെ ചെന്നപ്പോൾ ചോറും ചമ്മന്തിയും ബീട്രൂട്ടും തൈരും അച്ചാറും ഒക്കെ കണ്ടപ്പോൾ തിന്നാൻ തോന്നി. എന്ന് ചോറ് സൈഡ് ഫില്ലാവാത്ത സ്ഥലവും കൂടെ ഫില്ലാക്കി ഒരു ഓംലെറ്റും കൂടെ കഴിച്ചുകൊണ്ട് ഒതുക്കി. പിന്നെ 4 മണിക്ക് ഇച്ചിരി ചക്കപ്പഴവും കഴിച്ചു, ഒരു ചായയും കുടിച്ച് 2 ബൗണ്ടിയും കഴിച്ചു. അതിന്റെ പുറകെ ഒരു കുബൂസും സോസും കൂടെ കഴിച്ചു. അപ്പുറത്തെ കടയിൽ പോയി സ്പ്രൈറ്റും മിറിന്റെയും വാങ്ങിച്ചപ്പോഴാണ് തീർന്നുപോയ മിക്സർ മിഠായി ഉണ്ട്. പിന്നെ അത് വാങ്ങി. പിന്നെ വരുന്ന വഴി ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടായിരുന്നു. അവളെ കാണാൻ കഴിയാനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടക്കായിരുന്നു. അവിടെ ഇരുന്ന ബിരിയാണിയും കഴിപ്പിച്ച് 2 ഉള്ള ഞാനും കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലൊന്നും വെക്കാനോണ്ട് 7:30 തട്ടുകടയിൽ കയറി അരിപ്പത്രയും കാട ഫ്രൈയും വാങ്ങി. കാട ഫ്രൈയുടെ ബോഡി ചെക്കപ്പിന് ശേഷം ബീഫ് റോസ്റ്റും കൂടെ വാങ്ങി തട്ടാൻ തുടങ്ങി. പെട്ടെന്ന് തീർന്നു പോയോണ്ട് എക്സ്ട്രാ ഒരു കാട ഫ്രൈയും 2-3 അരിപ്പത്രയും കൂടെ വാങ്ങിച്ച് അത് ഒതുക്കി. അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഫുഡിങ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു സോഡ സർബത്ത് വാങ്ങിച്ചു കുടിച്ചു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ വാങ്ങിച്ചോണ്ട് വന്ന കിണ്ണത്തപ്പം എടുത്തു. അതിനകത്ത് 1-2 പീസ് എടുത്തിട്ട് 2 കട്ട്ലറ്റ് കൂടെ എടുത്തു. അത് ഒതുക്കി ഒരു ആപ്പിൾ ഒതുക്കി രാവിലെ ഉണ്ടാക്കി അധികം വന്ന 2 അപ്പാതി ഒതുക്കിക്കൊണ്ട് 10 മണിക്ക് അവിടെ ഇരുന്നു.